ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ആണ്. സോ ക്ലിക്ക് ഇവൻറ്റ്, ഓൺ ചേഞ്ച് ഇവൻറ്റ്, പിന്നെ ഓൺ സബ്മിറ്റ് ഇവൻറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് അതിനായിട്ടൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ് കമ്പോണൻസിനകത്ത് event-handlers.js. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഞാനിതാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ RAFCE എന്ന ഷോർട്ട് കട്ട് വെച്ചിട്ട് നമ്മളുടെ ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, കമ്പോണൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ഫോം ടാഗിനകത്തായിട്ടാണ് നമ്മൾ ബട്ടണും ഇൻപുട്ടൊക്കെ ഞാൻ കൊടുക്കാൻ പോകുന്നത്. സോ ഒരു ഫോം ടാഗ് ക്രിയേറ്റ് ചെയ്യാണ്. അതിനകത്തായിട്ട് ഒരു ബട്ടൺ, ഓൺ ക്ലിക്കിനായിട്ട് നമ്മൾ ബട്ടനാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഓൺ ക്ലിക്ക് എന്ന് പേര് കൊടുത്തിട്ട് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമുക്ക് നമ്മുടെ app.jsൽ കോൾ ചെയ്യാം. മുന്നത്തെ നമ്മുടെ ഈ കൗണ്ടർ ആപ്പിനെ നമുക്ക് ഫസ്റ്റ് കമൻറ്റ് ചെയ്യാം. അതിനായിട്ട് Ctrl// ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമൻ്റ് ആവും, അൺകമൻറ്റും ആവും. നമ്മൾ കമൻറ്റ് ചെയ്ത ലൈൻ പിന്നെ എക്സിക്യൂട്ട് ആവില്ല. അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റും കമൻറ്റ് ചെയ്യാം. ഇനി നമ്മളുടെ ഇവൻറ്റ് ഹാൻഡ്ലേഴ്സിനെ ഇവിടെ കോൾ ചെയ്യാം. അതിനായിട്ട് ഇവൻറ്റ് ഹാൻഡ്ലേഴ്സ് അടിക്കുമ്പോഴത്തേനും ഓട്ടോ ഇമ്പോർട്ട് കാണിക്കുന്നുണ്ടല്ലേ, ക്ലിക്ക് ചെയ്തു, ഇമ്പോർട്ടായി. ഓക്കെ, നമുക്കിത് ക്ലോസ് ചെയ്യാം, സേവ് ചെയ്യാം. നമ്മുടെ ബട്ടൺ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ഫോമിനൊരു ഹെഡർ കൊടുക്കാം. അതിനായിട്ടൊരു H4 ടാഗ് ഇട്ടിട്ട് ഫോം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മൈ ഫോം എന്ന് കൊടുക്കാം. ഓക്കെ, ഹെഡർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓൺ ക്ലിക്ക് ഇവൻറ്റ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് നമ്മളുടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് താഴ്ത്തി ഇടുകയാണ് മേലെന്ന്. ഇനി നമ്മളുടെ ഓൺ ക്ലിക്ക് ഇവൻറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ബട്ടൺ ടാഗിൻ്റെ ഫസ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ഓൺ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഇവൻറ്റ്സ് അല്ലേ. ഇതിൽ നമുക്ക് ഓൺ ക്ലിക്കാണ് വേണ്ടത്. അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ്, എന്ത് എക്സിക്യൂട്ട് ആവണം എന്നുള്ളതാണ് ഈ ഓൺ ക്ലിക്ക് ഇവൻറ്റ്. സോ ഓൺ ക്ലിക്ക് എടുത്തു. ഇനി നമുക്കിതിന് എന്ത് റണ്ണാവണം, അതായത് ആ ഫംഗ്ഷൻ ഓൺ ക്ലിക്കിൽ എന്ത് ഫംഗ്ഷൻ റണ്ണാവണം എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഞാനിവിടെ ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, ബട്ടൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പക്ഷേ മീനിങ് ആയിട്ടുള്ള നെയിംസ് കൊടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഒരാൾ കോഡ് വായിക്കുമ്പോൾ തന്നെ അത് ആ ഒരു ഫംഗ്ഷൻ്റെ യൂസേജ് എന്താണെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവും. സോ നമുക്കിവിടെ തൽക്കാലം ഹാൻഡിൽ ക്ലിക്ക് എന്ന് കൊടുക്കാം. ക്ലിക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്ലിക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഫംഗ്ഷൻ. ഇവിടെ ഞാൻ കൺസോൾ ലോഗ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് അലേർട്ട് കൊടുക്കാം. ഈ പ്രാവശ്യം അലേർട്ട് ആകുമ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് വരും. ബട്ടൺ ക്ലിക്ക് എന്ന് കൊടുക്കാം. ഒരു എറർ കാണിക്കുന്നുണ്ട്, കാരണം നമ്മൾ ഓൺ ക്ലിക്കിൽ ഹാൻഡിൽ ക്ലിക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ പാസ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിത് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ അലേർട്ട് കാണാൻ പറ്റും അല്ലേ, ബട്ടൺ ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതാണ് ഓൺ ക്ലിക്ക് ഇവൻറ്റ്, അതായത് ബട്ടൺ ക്ലിക്കിൽ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കി നോക്കാം. ഇൻപുട്ട് ടാഗ് വെച്ചിട്ട് ഞാൻ ഓൺ ചേഞ്ച് ഇവൻറ്റ് ഞാൻ കാണിച്ചു തരാം. സോ ഇൻപുട്ട് ടാഗ് കോൾ ചെയ്യാണ്. ഒരു ടെക്സ്റ്റ് ഫീൽഡാണിത്. ഇനി നമുക്ക് ഓൺ ചേഞ്ചിൽ എങ്ങനെ വാല്യൂസ് ചേഞ്ച് ആവുമെന്ന് നോക്കാം. ഓക്കെ, ഒരു ബ്രേക്ക് ടാഗ് ഉപയോഗിച്ചിട്ട് അതിനെ കുറച്ച് താഴേക്കിടാം. അതൊന്ന് സെപ്പറേറ്റ് ആയിക്കോട്ടെ. അത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ ടൈപ്പ് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഇൻപുട്ടിൻ്റെ ടൈപ്പ് ടെക്സ്റ്റ് എന്ന് കൊടുത്തിട്ട് ഓൺ ചേഞ്ച് ഇവൻറ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം എങ്ങനെ വർക്കാവുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഞാൻ കൺസോൾ ലോഗാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നതിനകത്ത്. വാല്യൂ ചേഞ്ചിൽ കൺസോൾ ലോഗ്, ഇൻസ്പെക്റ്റിനകത്ത് കൺസോളിൽ പോവുക. ഇവിടെ നമുക്ക് കൺസോൾ ലോഗ്സ് പ്രിൻ്റ് ചെയ്യാം. സോ ഓൺ ചേഞ്ച് ഇവൻറ്റിനെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. നമ്മുടെ ഇൻപുട്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഈ ഹാൻഡിൽ ക്ലിക്കിനെ ഞാൻ കോപ്പി ചെയ്ത് ഒന്നുകൂടെ പേസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ പേര് ചേഞ്ച് ചെയ്താൽ മതിയല്ലോ. എന്നിട്ട് ഹാൻഡിൽ ചേഞ്ച് എന്ന് കൊടുക്കാം. നമ്മൾക്കിതിൽ അലേർട്ടിന് പകരം കൺസോൾ ലോഗ് യൂസ് ചെയ്യാം. ഫസ്റ്റ് ചേഞ്ചിങ് വാല്യൂസ് എന്ന് സ്ട്രിങ് കൊടുക്കാം. എന്നിട്ട് അലേർട്ട് മാറ്റിയിട്ട് കൺസോൾ ലോഗ് കൊടുക്കാം. ഇതായിരിക്കും ഓൺ ചേഞ്ചിന് കുറച്ചുകൂടെ ബെറ്റർ. ഇനി ഓൺ ചേഞ്ചിൽ ഈ ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സേവ് ചെയ്ത് ചേഞ്ച് ചെയ്ത് നോക്കി നോക്കാം. ഓരോ ചേഞ്ചിലും അവിടെ ചേഞ്ചിങ് വാല്യൂസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. നമ്മൾ എത്ര വട്ടം ടൈപ്പ് ചെയ്യുന്നോ അതിനനുസരിച്ച് അവിടെ ചേഞ്ചിങ് വാല്യൂസ് റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചേഞ്ചിങ് വാല്യൂസ് മാറ്റിയിട്ട് വാല്യൂ എന്ന് കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യണ വാല്യൂ മാത്രം പ്രിൻറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു കോമ ഇട്ടിട്ട് ഇവിടെ ഇവൻറ്റ് പാസ് ചെയ്ത് കൊടുക്കുക. അതായത് ഓരോ ഓൺ ക്ലിക്ക് അല്ലെങ്കിൽ ഓൺ ചേഞ്ച് ഇവൻറ്റിലും ഇവൻറ്റിന് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ന് കൊടുത്താലും മതി. എന്നിട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ
target.value. അപ്പോൾ നമ്മൾ ഇവൻറ്റിൻ്റെ വാല്യൂ പാസ് ചെയ്യാണ്, സേവ് ചെയ്യുക. ഇനി ഓരോ വട്ടം ടൈപ്പ് ചെയ്യുമ്പോഴും എക്സാക്റ്റ് വാല്യൂ, അതായത് ടെക്സ്റ്റിൻ്റെ എക്സാക്റ്റ് വാല്യൂ നമുക്കവിടെ കാണാം. ഓരോ ചേഞ്ചിലും ആ വാല്യൂ അവിടെ പാസ്സായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രേറ്റ്. സോ അതാണ് ഓൺ ചേഞ്ച് ഇവൻറ്റ്. അങ്ങനെ നമ്മൾ ഓൺ ചേഞ്ച് ഇവൻറ്റ് കവർ ചെയ്തു. ഇനി നമുക്കൊരു ബ്രേക്ക് ടാഗ് ഇട്ടിട്ട് ഓൺ സബ്മിറ്റ് നോക്കാം. അതിനായിട്ടൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് നമ്മുടെ ബട്ടൻ്റെ പേര് ഓൺ സബ്മിറ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സബ്മിറ്റ് എന്ന് കൊടുത്താലും മതി. ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. അതിനായിട്ട് ബ്രേക്ക് ടാഗ് ഞാൻ ഒന്നും കൂടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ഒരു ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമുക്ക് മേലെ അതുപോലെ ഇടാം. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഓൺ സബ്മിറ്റ് നോക്കാം. അതിനായിട്ടൊരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അതിനായിട്ട് ഞാൻ ഹാൻഡിൽ ചേഞ്ച് ഫംഗ്ഷനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഹാൻഡിൽ സബ്മിറ്റ് എന്ന് ചേഞ്ച് ചെയ്തു. ഇനി console.logനകത്ത് അത് ചേഞ്ച് ചെയ്ത് ഫോം സബ്മിറ്റഡ് എന്നാക്കാം. എന്നിട്ട് ഈ ഇവൻറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാം. കോൾ ചെയ്യുന്ന ഇവൻറ്റില്ലേ, ഇനി നമ്മൾക്ക് ഓൺ സബ്മിറ്റ് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ഫോം ടാഗിനകത്ത് ഓൺ എന്ന് ടൈപ്പ് ചെയ്ത് ഓൺ സബ്മിറ്റ് എന്ന് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും നമ്മുടെ വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ നമുക്ക് അലേർട്ട് വെച്ച് മുന്നോട്ട് പോവാം. അലേർട്ട് എന്തായാലും വർക്കാവും. സോ നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ അലേർട്ട് വന്നിട്ടുണ്ട്, ഫോം സബ്മിറ്റഡ്. പക്ഷേ നമ്മളൊരു ഫോമിനകത്തായതുകൊണ്ട് നടക്കാൻ ചാൻസ് ഉള്ള ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ ഓൺ ക്ലിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ക്ലിക്ക് എന്ന് കാണാൻ പറ്റുമല്ലേ? പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഓൺ സബ്മിറ്റഡ് എന്ന് വന്നു. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോമിനകത്ത് നമ്മളൊരു ബട്ടൺ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈപ്പ് ബട്ടൺ എന്ന് സ്പെസിഫിക് ആയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ബട്ടൺ ആ ഫോമിനെ അത് സബ്മിറ്റ് ചെയ്യും. ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ക്ലിക്ക് എന്ന് ഓൺ ക്ലിക്ക് ഇവൻറ്റ് മാത്രമേ വർക്കാവൂ, സബ്മിറ്റ് ആവില്ല. ഇനി താഴത്തെ ബട്ടൺ നമ്മൾ ചുമ്മാ ക്ലിക്ക് ചെയ്താലും ഫോം സബ്മിറ്റ് ആവും. ഇനി വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അതിൻ്റെ ടൈപ്പ് സബ്മിറ്റ് എന്ന് കൊടുക്കാനും പറ്റും. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓൺ സബ്മിറ്റിൽ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് നമ്മളുടെ ഈ അലേർട്ട് മെസ്സേജസിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഗൂഗിളിൽ സ്വീറ്റ് അലേർട്ട് 2 എന്ന് സെർച്ച് ചെയ്ത് ഈ NPMൻ്റെ സൈറ്റിൽ കയറി ഇത് കോപ്പി ചെയ്തു. ഇനി നമ്മുടെ ആപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ ഇത് പേസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, NPM ഇൻസ്റ്റാൾ സ്വീറ്റ് അലേർട്ട് 2 അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് NPM സ്റ്റാർട്ട് അടിച്ച് നമ്മുടെ ആപ്പ് വീണ്ടും റൺ ചെയ്യാം. ഇനി നമുക്ക് ഈ സ്വീറ്റ് അലേർട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് സ്വീറ്റ് അലേർട്ട് 2 എന്ന് സെർച്ച് ചെയ്ത് ഫസ്റ്റ് കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ swal.fire ഒരു അലേർട്ട് മെസ്സേജ് കാണാമല്ലേ, അത് കോപ്പി ചെയ്തിട്ട് നമ്മളുടെ ഹാൻഡിൽ ക്ലിക്കിനകത്ത് പേസ്റ്റ് ചെയ്യാം. നമ്മൾക്ക് ഈ അലേർട്ടിൻ്റെ ആവശ്യമില്ല, അത് റിമൂവ് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്തപ്പം ഒരു എറർ കാണാം, നമ്മൾ സ്വാളിനെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന്. സ്വീറ്റ് അലേർട്ടിൽ നിന്ന് സ്വാൾ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഓട്ടോ ഇമ്പോർട്ടെന്ന് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. സേവ് ചെയ്തു. ഇനി നമ്മൾക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഗുഡ് ജോബ്, യു ക്ലിക്ക് ദ ബട്ടൺ. സോ അത് പെർഫെക്റ്റായിട്ട് റൺ ആവുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ അലേർട്ട് മെസ്സേജിനെ നമ്മൾ സ്റ്റൈൽ ചെയ്യുക. ഇവൻറ്റ് ഹാൻഡ്ലേഴ്സിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.